സംഘടനാ പ്രശ്നങ്ങളെ തുടർന്ന് പാർട്ടി നേതൃത്വത്തിന് തലവേദന സൃഷ്ടിച്ച വയനാട് മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ ഒരു വാർഡിൽ ഏറ്റുമുട്ടുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. പഞ്ചായത്തിലെ 17ാം വാർഡിലാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് അംഗവും പരസ്പരം മത്സരിക്കുന്നത്. പഞ്ചായത്ത് അംഗം ഔദ്യോഗിക സ്ഥാനാർത്ഥിയായപ്പോൾ മുൻ പ്രസിഡന്റ് വിമതനായാണ് മത്സരരംഗത്തുള്ളത്. കോൺഗ്രസിന് ഏറ്റവും അധികം ഭൂരിപക്ഷം ലഭിക്കുന്ന വാർഡാണ് മാടൽ. അതിനാൽ തന്നെ സ്ഥാനാർത്ഥി കുപ്പായം തയ്പ്പിച്ചവർ ഏറെയുണ്ട്. 30 പേരാണ് ആദ്യഘട്ടത്തിൽ മത്സര സന്നദ്ധത അറിയിച്ചത്. അത് പിന്നീട് 18 ഏറ്റവും ഒടുവിൽ എണ്ണം കുറച്ചുകൊണ്ടുവന്ന 2 പേരിലേക്കായി ചർച്ചകൾ. ഒരാൾ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് കണ്ടന്തുരുത്തി, മറ്റൊരാൾ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ തോമസ് പഴുക്കാല. ജില്ലാ നേതൃത്വത്തിന്റെ ഇടപെടലിനൊടുവിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായത് തോമസ് പഴുക്കാലയാണ്. ഇതോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ജോസ് കണ്ടന്തുരുത്തി തയ്യാറായി. വാർഡ് കമ്മിറ്റിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് മേലെ നിന്ന് മറ്റു വാർഡിലെ ആളെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസ് പാർട്ടി. ഈ നടപടി ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കളും ആരും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് എന്നോട് സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്ന് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വവും ഇവിടുത്തെ പ്രവർത്തകരുമൊക്കെ ആവശ്യപ്പെട്ടത്. പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്ക് പിന്നിലാണ് കോൺഗ്രസ് പ്രവർത്തകർ എന്നായിരുന്നു തോമസ് പഴുക്കാലയുടെ പ്രതികരണം. ഇവിടെ സ്ഥാനാർത്ഥി ആരെന്നോ ഏത് വാർഡിൽ നിന്ന് വന്നെന്നോ ഒന്നുമുള്ള ചർച്ചയില്ല. ആയിരിക്കുന്നയാൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ചർച്ച മാത്രമേ ഉള്ളൂ. മറ്റുള്ള റിബൽ സ്ഥാനാർത്ഥിത്വത്തിനൊന്നും ജനങ്ങളുടെ ഇടയിൽ യാതൊരു സ്വാധീനവും ചെലുത്താൻ കഴിയില്ല. ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും ഈ 17ാം വാർഡിൽ ഒറ്റക്കെട്ടാണ്. കോൺഗ്രസ് പ്രവർത്തകർ 2 ചേരിയായാണ് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. LDF സ്ഥാനാർത്ഥിയായി ഡെനി തോമസും ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായി സിനോജ് കാനാട്ടും BJP സ്ഥാനാർത്ഥിയായി MP ശ്രീലാലുമാണ് ഇവിടെ മത്സരരംഗത്തുള്ളത്. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.